അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തുമായി കൂടിക്കാഴ്ച നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തിന് പിന്തുണ ഉറപ്പാക്കും എന്നും പ്രതിരോധ സെക്രട്ടറി ഉറപ്പു നൽകി. യുഎസിന്റെ പശ്ചിമേഷ്യയിലെ മികച്ച പങ്കാളിയാണ് ഇസ്രായേലെന്ന് പ്രതിരോധ സെക്രട്ടറി ചർച്ചയിൽ വ്യക്തമാക്കി. ഇസ്രായേൽ ഹമാസ് യുദ്ധവേളയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തെ പ്രതിരോധ സെക്രട്ടറി അഭിനന്ദിച്ചു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കൂടുതൽ വിശദാംശങ്ങൾ. ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പ്രധാനമായും ഒരു റീഡ് ഔട്ട്, അതായത് അവിടെ നിന്ന് സാധാരണഗതിയിൽ അന്താരാഷ്ട്ര നേതാക്കളുടെ കൂടിക്കാഴ്ചകൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രസ്താവനയ്ക്ക് സമാനമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വരുന്നതിലാണ് വളരെ കൃത്യമായി പീറ്റ് ഹെഗ്സെത്തിൻ്റെ ഒരു നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 100% ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കും, അല്ലെങ്കിൽ ആത്മാർത്ഥമായി സഹകരിക്കുമെന്ന നിലപാട് വളരെ കൃത്യമായി പ്രതിരോധ സെക്രട്ടറി പറയുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ പ്രധാനമന്ത്രി, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ, ഇന്നലെ പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപുമായുള്ള, അതായത് നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടായ ആ പരസ്യ പ്രസ്താവന നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സമയത്ത് വളരെ കൃത്യമായി പറഞ്ഞ ചില കാര്യങ്ങൾ ഇതിൽ വളരെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് 7 യുദ്ധമുന്നണികൾ അല്ലെങ്കിൽ 7 ഭീകര സംവിധാനങ്ങൾ തങ്ങൾക്ക് ചുറ്റുമുണ്ട്, അവരോടെല്ലാം പോരടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഇസ്രായേലിൻ്റെ ധീരതയെ അംഗീകരിക്കുന്നു, ആ ധീരമായ ചുവടുവെപ്പുകളെ അംഗീകരിക്കുന്നു എന്ന് വളരെ കൃത്യമായി ട്രംപ് ആ പരസ്യമായ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിരോധ സെക്രട്ടറിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാവുന്നതാണ്, കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ നിലപാടുകൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാവുന്നതാണ്, പല വിധത്തിലുള്ള സംവിധാനങ്ങൾ, മിസൈൽ സംവിധാനങ്ങളും ഒക്കെ തന്നെ ഇസ്രായേലിന് ലഭ്യമാക്കുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ലഭ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലെല്ലാം തന്നെ വലിയ ഒരു സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇനിയും തുടരുമെന്ന് തന്നെയാണ് വളരെ കൃത്യമായി പറയുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാനം ഉറപ്പാക്കുന്നതിന് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഒരു സമാധാനത്തിൻ്റെ തുരുത്താക്കി ഗാസയെ മാറ്റുക എന്ന ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളത് എന്ന് വളരെ കൃത്യമായി പറയുമ്പോൾ, അതിനെ പിന്തുണ നൽകുന്ന ആ പ്രദേശത്ത് ശക്തി ഉറപ്പാക്കി, അതായത് ഇത്തരത്തിലുള്ള വിധ്വംസക സ്വഭാവങ്ങളുള്ള പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്നതിനെ ശക്തി ഉറപ്പാക്കുക എന്നതാണ്. അതായത് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾക്ക് ശക്തി ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചുള്ള കൃത്യമായ പരാമർശങ്ങളുമുണ്ടായി. ഒരു ആണവ രാഷ്ട്രമല്ല ഇറാൻ, ആണവരാഷ്ട്രമാകാനൊട്ട് സാധിക്കുകയുമില്ല എന്ന നിലപാട് കൃത്യമായി അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അത്തരത്തിലൊരു ഭീഷണി തുടർന്നും, അതായത് ആണവ ഭീഷണിയല്ല, യുദ്ധഭീഷണി, പ്രോക്സി വാറിൻ്റെ ഭീഷണി തുടർന്നും ഇറാൻ കൈക്കൊള്ളുകയാണെങ്കിൽ, ഈ ഹമാസും ഹൂതി വിമതരും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി കൈക്കൊള്ളുകയാണെങ്കിൽ അത് ശക്തമായി എതിർക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല, ഹൂതി വിമതരെ വീണ്ടും ഒരു ഭീകര സ്വഭാവമുള്ള സംഘടനയെ, നമുക്കറിയാവുന്നതാണ്, യമനിൽ ഒരു വിഭാഗം, ഒരു പ്രദേശം മുഴുവൻ ഭരിക്കുന്ന ഒരു സർക്കാരിന് സമാനമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംവിധാനമാണ് ഹൂതി വിമതർ. എങ്കിൽ കൂടി അവരെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുമെന്ന നിലപാടും ഇന്നലെ ട്രംപ് പറഞ്ഞിരുന്നു. ഇതിലെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്, ആ പ്രദേശത്തുള്ള പശ്ചിമേഷ്യയിലെ സമാധാനം തകർക്കുന്ന എല്ലാ ശക്തികളെയും ശക്തി കൊണ്ട് തന്നെ നേരിടാനുള്ളൊരു തീരുമാനമുണ്ടാകും. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്നലെ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം പീറ്റ് ഹെഗ്സെത്തുമായുള്ള കൂടിക്കാഴ്ചകൾ നടന്നിരിക്കുന്നു. ഇനിയും ശക്തമായി, നിലവിലെ സാഹചര്യത്തിൽ മെഡിറ്ററേനിയനിലെല്ലാം തന്നെ ശക്തമായൊരു സുരക്ഷാ സന്നാഹം യുഎസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെയുണ്ട്. അത് തുടരുമെന്ന് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനപരമായ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തു വരുന്നതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.